ഹായ് ഹലോ ഏഞ്ചൽ വോയിസിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. കാർഡ്സിനെ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അട്രാക്ട് ചെയ്യുന്നു. ഏറ്റവും കറക്റ്റായിട്ടുള്ള ഗൈഡ് ചെയ്തതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഓക്കെ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ എൻ്റെ വ്യൂസിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? ഫസ്റ്റ്, സെക്കൻഡ്. ഓക്കെ, ഈ കാർഡ് സെലക്ട് ചെയ്തതിന് ശേഷമാണ് കോമൺ റീഡിംഗ് എടുക്കുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തതെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് 5 ഓഫ് കപ്പിൻ്റെ എനർജിയും, സെക്കൻഡ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് 2 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ 5 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും ഹാപ്പി അല്ല. നിങ്ങളെ നഷ്ടപ്പെടുത്തി പോയതിൽ അവരൊരുപാട് ദുഃഖിക്കുന്നതായി കാണുന്നു. മജീഷ്യൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് അസാധ്യമായിട്ടൊന്നുമില്ലായിരുന്നു. ഓക്കെ, എന്തും അവർ നിങ്ങളിൽ നിന്നും അട്രാക്റ്റ് ചെയ്തെടുക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സ്നേഹമാണെങ്കിലും നിങ്ങളുടെ സപ്പോർട്ടാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളുടെ ഓറ പവർ അവരെ ഒരുപാട് ശക്തിപ്പെടുത്തിയിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, ഇപ്പം നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ അവരുടെ ജീവിതത്തിൽ സൂര്യൻ അസ്തമിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളില്ലാണ്ട് അവർക്ക് ഹാപ്പി ആണെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ നിങ്ങളുടെ ഇടയിൽ ആ ഒരു ട്രസ്റ്റ് നഷ്ടപ്പെട്ടതായി കാണുന്നു. ആ ഒരു സ്നേഹം ഇവിടെ നഷ്ടപ്പെട്ട് എല്ലാം ഇരിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നിട്ടുണ്ട്. എന്ത് കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങളും നിങ്ങളുടെ പേഴ്സണും. എന്നാൽ ഇവിടെ ആ ഒരു സൗഹൃദത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ആ ട്രസ്റ്റ് ഇവിടെ തലകീഴായി മറിഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ കൂടിയാണോ നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ എനർജിയാണ്. ഓക്കെ, രണ്ടാമത്തെ കാർഡിൽ ഇവിടെ 2 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കുവാൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അവർ മടിച്ചു നിൽക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്നൊന്നും അവർക്ക് അറിയാൻ സാധിക്കുന്നില്ല. ഓക്കെ, കാര്യങ്ങൾ ബാലൻസിങ്ങിൽ വരുമ്പോൾ വരട്ടെ എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ അവരായിട്ട് ആക്ഷൻ എടുക്കുന്നില്ല. യൂണിവേഴ്സായിട്ട് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ അല്ലെങ്കിൽ എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഓക്കെ, മുന്നോട്ട് പോകുക. അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് ഈ ഒരു റിലേഷനുമായിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറാകാതെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളെക്കുറിച്ചോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് നടക്കുന്നതിനെക്കുറിച്ചോ ഇപ്പോഴവർക്ക് യാതൊരു വ്യക്തതയും ഇല്ല. കാരണം അവർ കണ്ണ് കെട്ടിയിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. മാത്രമല്ല അവർ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങളാണ് എപ്പോഴും എടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ മൂവ് ഓൺ ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്നതായി കാണുന്നു. പക്ഷേ ഒരിക്കലും അവർക്ക് നിങ്ങളുടെ ചിന്തകളെ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷനെ വിട്ട് അവർക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല. ഇവിടെയും സ്റ്റക്ക് സിറ്റുവേഷനാണ്. ഇവിടെയും അവർ ആക്ഷൻ എടുക്കാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ എനർജിയിലുള്ള എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും ഒരു ആക്ഷൻ ലഭിക്കുമോ? മുന്നോട്ട് ഒരു റീയൂണിയൻ ലഭിക്കുമോ? റീയൂണിയന് സാധ്യതയുണ്ടോ? ഓക്കെ, റീയൂണിയന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീയൂണിയന് സാധ്യത കാണുന്നുണ്ട്. കാരണം ഇവിടെ നിങ്ങളിൽ ഒരു ബ്രേക്കപ്പോ അല്ലെങ്കിൽ സിറ്റുവേഷനോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തേർഡ് പാർട്ടി കാരണമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ ഒരു ബ്രേക്കപ്പ് വന്നിരിക്കുന്നത്. അതിൽ നല്ല രീതിയിൽ പെയിൻ ഉള്ളതായി കാണുന്നു. നിങ്ങളെ രണ്ടുപേരെയും രണ്ട് ദിശയിലാക്കിയതിന് ശേഷം തേർഡ് പാർട്ടി ഇവിടെ ആഘോഷിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഒരു പക്ഷേ അത് നിങ്ങളുടെ പേഴ്സൻ്റെ പേരൻസ് ആകാം, നിങ്ങളുടെ സുഹൃത്തുക്കളാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവാസികളാകാം. ഓക്കെ, ആര് തന്നെ ആണെങ്കിലും നിങ്ങളെയും നിങ്ങളുടെ പേഴ്സണെയും നഷ്ടപ്പെടുത്തിയതിന് ശേഷം നിങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിച്ചതിന് ശേഷം ഇവിടെ തേർഡ് പാർട്ടി സെലിബ്രേഷൻ കൊള്ളുകയാണ്. അവർ സന്തോഷിക്കുകയാണ്, അവരുടെ വിജയത്തെ അവർ ആഘോഷിക്കുന്നതായി കാണുന്നു. എന്നാൽ നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് ദുഃഖമുണ്ട്. അവർ മാനസികമായും തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. എത്ര പേര് പുറമേ സന്തോഷിച്ചിരുന്നാലും ശരി തന്നെ അവർ മനസ്സുകൊണ്ട് വളരെ ദുഃഖത്തിലാണ് കാണുന്നത്. മാത്രമല്ല അവർക്ക് ഒരു റിഗ്രറ്റ് ഫീലിങ്സ് ഉണ്ട്. അവർ ചെയ്തത് തെറ്റാണെന്ന് അവർക്ക് ബോധ്യത നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 9 ഓഫ് പെന്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങളെ അവർക്ക് നല്ല രീതിയിൽ മിസ് ചെയ്യുന്നതായി കാണുന്നു. അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ ചേർത്ത് വെച്ചിരുന്നാലും നിങ്ങളോളം വാല്യൂ ഉള്ള മറ്റൊന്നില്ല എന്നവർക്ക് മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന നിമിഷത്തിൽ അവർ ഒരുപാട് സന്തോഷിച്ചിരുന്നതായും അവരിലേക്ക് ഒരുപാട് പണങ്ങൾ, സാമ്പത്തിക അനുഗ്രഹങ്ങൾ ഒഴുകി വന്നതായിട്ടും അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ പുറമെ ഏതെങ്കിലും പാർട്ടി എൻജോയ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഡിന്നറിന് പോയിട്ടുണ്ടെങ്കിലും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്ന സമയത്ത് ആ ഒരു നിമിഷം അവരുടെ ജീവിതത്തിൽ
ഏറ്റവും നല്ലൊരു മൂമെൻ്റ് ആയിരുന്നു എന്നും അതത്രയും സന്തോഷം അവരുടെ ജീവിതത്തിൽ അവരിപ്പോഴും ഓർത്തെടുക്കുന്നതായി കാണുന്നു. നിങ്ങളെക്കുറിച്ച് അവർ നല്ല ഒരു ചിന്തയാണ് അവർ ചിന്തിക്കുന്നത്. കാരണം നിങ്ങൾക്ക് പൈസയെക്കാളും കൂടുതൽ വാല്യൂ അവർക്ക് കൊടുത്തിരുന്നതായി കാണുന്നു. നിങ്ങൾ സ്നേഹത്തിനാണ് അല്ലെങ്കിൽ കെയറിനാണ് കൂടുതൽ വാല്യൂ കൊടുക്കുന്നത്. സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യവും നിങ്ങളെ ബാധിക്കുകയില്ല. അത് നിങ്ങളുടെ കാലിന് താഴെയാണ് കിടക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പാദങ്ങളിലാണ് നിങ്ങൾ സാമ്പത്തികപരമായും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ നിർത്തിയിരിക്കുന്നത്. എന്നാൽ നിങ്ങളെപ്പോഴും സ്നേഹത്തിനും കെയറിനും ഒക്കെ പ്രാധാന്യം കൊടുക്കുകയും അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുകയും മറ്റുള്ളവരെ കെയർ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ അവരെ ഒരുപാട് കെയർ ചെയ്ത ഏതോ ഒരു നിമിഷം അവർ വീണ്ടും ആവർത്തിച്ച് ഓർക്കുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തതായിട്ടുള്ള എന്തോ ഒരു പ്രത്യേക കാര്യമുണ്ട്. ആ ഒരു കാര്യത്തിലേക്ക് അവർക്ക് വീണ്ടും വീണ്ടും അവർക്ക് നിങ്ങൾക്ക് പകരം വയ്ക്കുവാൻ മറ്റാരും ഇല്ല എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. 9 ഓഫ് പെൻറ്റിക്കിളാണ്. അപ്പം മറ്റെന്തൊക്കെ അവരുടെ ലൈഫിലേക്ക് വന്നിരുന്നാലും തികയുന്നില്ല. കാരണം നിങ്ങൾ എന്നുള്ളൊരു വ്യക്തി ഈ 9 പെൻറ്റിക്കിളിന് തുല്യമായിരുന്നു എന്നുള്ളതാണ്. ഇതിപ്പം ഒന്ന് മാറി അവർ നോക്കിയിട്ടും അവരുടെ മനസ്സിന് തൃപ്തിയാകുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ മനസ്സിന് സന്തോഷം കൊടുക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തികളെയും അവർ കണ്ടെത്തിയിരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഒന്നുകിൽ അവരുടെ സാമ്പത്തിക കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും നേഴ്സിനോ വേണ്ടിയിട്ട് അവരെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ ചുറ്റുമുള്ള ആൾക്കാർ നിലനിന്നിരുന്നത്. എന്നാൽ നിങ്ങളാകട്ടെ അവരെ ഒരുപാട് കെയർ ചെയ്തിരുന്നതായി അവർ ഈ ഒരു സമയം ഓർക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ 6 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ ചോദിക്കാതെ തന്നെ പല കാര്യങ്ങളും അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തതായി കാണുന്നു. ഓക്കെ, ഒരുപാട് പ്രാവശ്യം നിങ്ങൾ അവരുടെ മുന്നിലേക്ക് യാചിച്ച് ചെന്നിട്ടുണ്ട്. മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, നിങ്ങൾ കൊടുത്ത സാധനത്തിന് വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത സമയത്തിന് വേണ്ടിയിട്ടല്ല, അവരിൽ നിന്നും ഒരു അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടി, അവരുടെ ഒരു കോൾ മെസ്സേജ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് കാത്തിരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ ആ ഒരു ന്യായം നിങ്ങളോട് അവർ ചെയ്തിട്ടില്ല, ആ ഒരു നീതി അവർ നിങ്ങളോട് ചെയ്തിട്ടില്ല. അനീതി കാണിച്ചുകൊണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷന് പ്രയോറിറ്റി കൊടുത്തതായി കാണുന്നു. നിങ്ങളെ ഒരു ബഗ്ഗറായിട്ട് അവരുടെ മുമ്പിൽ പലപ്പോഴും യാചനയോടുകൂടി ഇരുത്തിയിരിക്കുന്നതായിട്ടുള്ള ദിവസങ്ങളോളം ഇരുത്തിയിരിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. നിങ്ങൾ എത്രയൊക്കെ അവർക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് മനസ്സറിഞ്ഞ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ഒരുപക്ഷെ കിട്ടിക്കാണില്ല. എല്ലാവർക്കുമല്ല, ചില വ്യക്തികൾക്കെങ്കിലും മനസ്സറിഞ്ഞ് കിട്ടിക്കാണില്ല. നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് പലപ്പോഴും എന്തെടുത്തിരുന്നാൽ പോലും അവർക്കായിരുന്നു പ്രയോറിറ്റി കൊടുത്തിരുന്നത്. എന്നാൽ അവരുടെ മനസ്സിൽ മറ്റൊരു വ്യക്തിക്കായിരുന്നു പ്രയോറിറ്റി ഉണ്ടായിരുന്നത്. നിങ്ങൾ പലപ്പോഴും അവർക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്തിട്ട് അവരിൽ നിന്ന് ഒരു നോട്ടമോ അല്ലെങ്കിൽ ഒരു പുഞ്ചിരിയോ കിട്ടുന്നതിന് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ കാത്തിരുന്ന നിമിഷങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഓവറോൾ എനർജി വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. എന്ത് പ്രതികൂല സാഹചര്യങ്ങളാണെങ്കിലും ഇപ്പോൾ നിലനിൽക്കുന്നതെങ്കിലും നിങ്ങളിലേക്ക് തന്നെ തിരികെ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് കോൾ മെസ്സേജ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജി ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ ഒരുപാട് അവരെ ചേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ ചേസിങ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങൾക്ക് മാനസികമായും ശാരീരികമായും തളർന്നിട്ടും ഫുഡ് പോലും കഴിക്കാതിരുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ട് പോലും, നിങ്ങൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് പോലും നിങ്ങൾ അവരെ തന്നെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അറ്റ്ലീസ്റ്റ് നിങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ ട്രിപ്പിട്ട് കിടക്കുന്ന ഒരു സമയം പോലും അവരുടെ ഓർമ്മകൾ, അവർ കോൾ ചെയ്യുമായിരിക്കും, അവർ വിളിക്കുമായിരിക്കും എന്നുള്ളൊരു ചിന്തയിലായിരുന്നു നിങ്ങൾ കിടന്നത്. ശാരീരികമായി നിങ്ങൾ അവരെ ചേസ് ചെയ്തില്ലെങ്കിലും മാനസികമായിട്ട് ഈ ഒരു നിമിഷം പോലും നിങ്ങൾ അവരെ ചേസ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. പക്ഷേ നിങ്ങൾ ശാരീരികമായിട്ടുള്ള ആ ഒരു ചേസിങ് അല്ലെങ്കിൽ പ്രകടമാക്കുന്നതായിട്ടുള്ള ചേസിങ് നിങ്ങളിവിടെ അവസാനിപ്പിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയുന്നതിനുള്ള ആകാംക്ഷ വർദ്ധിച്ചിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, അപ്പം എന്തൊക്കെയോ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പോകുന്നു, നിങ്ങൾ ഏതെങ്കിലും വ്യക്തിയുടെ ആകാൻ പോകുന്നു, അവരുടെ സ്ഥാനത്ത് നിങ്ങൾ മറ്റാരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ള ചിന്തകളെല്ലാം അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കുന്നതിന് വേണ്ടിയിട്ട്, കാരണം ഇത് ഒരു സ്പീഡായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നിങ്ങളിലേക്ക് പെട്ടെന്ന് വന്നിട്ട് നോക്കണം. കാരണം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അവരവിടെ ഉണ്ടോ ഇല്ലയോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വന്ന് പോകുന്നതിന് വേണ്ടിയിട്ടാണ് അവർ നിൽക്കുന്നത്. ഓക്കെ, കാരണം അവർക്കെപ്പോഴും നിങ്ങൾ അവരുടെ പിറകെ നടക്കുന്നത് അവർക്ക് ഒരു അഡിക്ഷനായി മാറിയിരിക്കുകയാണ്. ഇപ്പം ചില വ്യക്തികൾ നമ്മളെ സ്നേഹിച്ച് പിറകെ നടക്കുക എന്നുള്ളത് ചില വ്യക്തികൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, എന്നാൽ അതേ സ്ഥാനത്ത് ആ പിറകെ നടക്കുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് അവർ ഒരിക്കലും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ഒരു ചിന്തയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നു പോകുന്നത്. നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. നിങ്ങൾക്കുണ്ടായ വേദനകളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ഒരു റീയൂണിയൻ എന്തായാലും ഉണ്ട്.
ഓക്കെ, സ്റ്റേബിളായിട്ടുള്ള റീയൂണിയൻ ആണോ ഇല്ലയോ എന്നുള്ളതല്ല, എന്തായാലും നിങ്ങൾക്കൊരു കോള് മെസ്സേജ് വന്ന് നിങ്ങളെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ 3 കാർഡ് വയ്ക്കും. നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് 3 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്കത് സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്ന മെസ്സേജ് എന്താണ്? ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ നൽകുന്നത്? ഓക്കെ, നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്യുക. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ്. നിങ്ങളുടെ ഇടയിൽ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ആ കോൺഫ്ലിക്റ്റിനെ കുറിച്ചാണ് അവർ ഇപ്പോൾ ചിന്തിക്കുന്നത്. ഓക്കെ, അവർ ചിന്തിക്കുന്നു ആ ഉണ്ടായ അടിയും വഴക്കും എല്ലാം നീ മറക്കുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഉടനെ തന്നെ അതെല്ലാം മറന്നതിന് ശേഷം നിങ്ങളുടെ മനസ്സിലൊരു ഹീലിംഗ് സംഭവിച്ചതിന് ശേഷം അവർക്ക് തിരിച്ച് നിങ്ങളിലേക്ക് വരാമെന്ന് അവർ വിശ്വസിക്കുകയാണ്. ഓക്കെ, എന്തൊക്കെയോ ഭയങ്കരമായിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷനെ പറഞ്ഞോ, അല്ലെങ്കിൽ പേരൻസുമായിട്ടുണ്ടായതോ, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടോ സാമ്പത്തികപരമായിട്ടോ ഉണ്ടായ കാര്യങ്ങളിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ആ കോൺഫ്ലിക്റ്റ് എല്ലാം ഉടനെ തന്നെ അവസാനിപ്പിച്ചുകൊണ്ട് തന്നെ നിങ്ങളും അവരിലേക്ക് വരുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു പ്രതീക്ഷയിലാണ് അവർ ഇരിക്കുന്നത്. ഓക്കെ, അവരായിട്ട് വരുന്നതല്ല, നിങ്ങളായിട്ട് അങ്ങോട്ട് ചെല്ലും എന്നുള്ള ചിന്തയിലാണ് അവർ ഇരിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തതിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് വലിയ നല്ല ചിന്തകളാണ് ഉള്ളത്. നിങ്ങളെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു വ്യക്തിയായിട്ടാണ് അവർ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വ്യക്തിയാണ് നിങ്ങളെന്നാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളില്ലാണ്ട് അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ആ ഒരു യഥാർത്ഥമായിട്ടുള്ളൊരു ചിന്തയിൽ അവർ എത്തിച്ചേർന്നിരിക്കുന്നു. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയെങ്കിലും വിട്ടുപോകുക, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വിട്ടുപോകുക, നിങ്ങളെ കൊണ്ട് മടുത്തു, നിങ്ങളുടെ സ്നേഹം കാരണം ഞാൻ മടുത്തു എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളുടെ വാല്യൂ ശരിക്കും അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഗിഫ്റ്റാണ് ദൈവം അവർക്ക് കൊടുത്തിരുന്നതെന്നും ആ ഒരു മാണിക്യത്തെ വെറും കല്ലാണെന്ന് വിചാരിച്ച് നിങ്ങളെ അവർ കാട്ടിലേക്ക് ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. നമ്മൾ സിനിമയിലുണ്ടല്ലോ മമ്മൂട്ടിയുടെയും ശോഭനയുടെയും കഥയറിയാതെ ഇന്ന് സൂര്യൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന വരികൾ. ഓക്കെ, അപ്പോൾ അതുപോലെയാണ് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ അവർ ഓർക്കുന്നത്. കാരണം എന്താണെന്ന്, നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ വാല്യൂ എന്താണെന്നും അവർ ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല. അവർ വിചാരിച്ച് വെറും ഒരു ഒരു കരിക്കട്ട മാത്രമായിരുന്നു നിങ്ങളെന്ന് അവർ വിചാരിച്ചു. ഓക്കെ, അപ്പം ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത് നിങ്ങളുടെ വാല്യൂ എന്താണെന്നും നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ ഓറ ശക്തി എന്താണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരിച്ചു വേണമെന്ന് അവരൊരുപാട് ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ പറയുന്നത്. അവരുടെ മനസ്സിൽ തോന്നുന്നതാണ് തിരികെ നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വരണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. കാരണം അവർക്ക് വലിയ ടെൻഷനാണ്, നിങ്ങൾ മറ്റാരുടെയെങ്കിലും ആയി പോകുമോ എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ട്. ഓക്കെ, അവർ നിങ്ങൾക്ക് ഇതുവരെയും അവർ നല്ലൊരു ജീവിതം നിങ്ങൾക്ക് തന്നിട്ടില്ലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് അവർ ഇതുവരെയും തന്നിട്ടില്ലായിരിക്കും. നിങ്ങൾ അവർക്ക് വേണ്ടി ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടും അവർ നിങ്ങൾക്ക് മാനസികമായോ അല്ലെങ്കിൽ സാമ്പത്തികമായോ നിങ്ങൾക്ക് ഒരു സപ്പോർട്ടും ചെയ്തിട്ടില്ലായിരിക്കാം. പക്ഷേ ഇപ്പോൾ അവർ എത്രയും പെട്ടെന്ന് തിരിച്ച് നിങ്ങളിലേക്ക് വരികയാണ്. കാരണം നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് അവർക്കിപ്പോൾ മനസ്സിലായത് കൊണ്ട് തന്നെ നിങ്ങൾ ഉണ്ടായ കാര്യങ്ങളെല്ലാം തിരുത്തിക്കൊണ്ടൊരു നല്ല റിലേഷൻഷിപ്പ് തിരികെ നിങ്ങൾക്ക് തരണമെന്ന് അവർ ആഗ്രഹിച്ചുകൊണ്ട് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള മെസ്സേജ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾക്കത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിനോട് താങ്ക്സ് പറയുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്കത് അഫർമേഷനായി തീരുകയും നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും. ദൈവത്തിന് നന്ദി പറയുക. എൻ്റെ പേഴ്സൺ എന്നിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു, താങ്ക് യു താങ്ക് യു താങ്ക് യു ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കത് അഫർമേഷനായി മാറും. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ചെയ്ത നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർക്കാവുന്നതാണ്. 1-2 നല്ല കാര്യങ്ങൾ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അഫർമേഷനായി തീരും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതിനും കാരണമാകും. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.